പിയുടെ ഉപ്പൂറ്റി ലോക്കായിട്ടുണ്ട്. ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ കയറണോ തിരിച്ചിറങ്ങണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കണോടത്ത് ഇനിയും ഒരു 1:20 അത്രയും കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ഇതിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട് 6 കിലോമീറ്റർ കൂടുതൽ വഴിയുണ്ട്. പ്ലസ് 1 മണിക്കൂറിൽ ലേറ്റ് പോകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടയിൽ വിടും. അപ്പോൾ ബി പി നമ്മളിന്ന് എവിടേക്കാണ് പോണത്? ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഹൈക്കാണ്. അതായത് തീരെ പ്ലാൻഡ് അല്ല, ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ളത്. ബി പിക്ക് ഈ വീക്കെൻഡ് ഫ്രീ ആയിരുന്നു. അപ്പൊ വളരെ പെട്ടെന്ന് ഒരു ഹട്ട് ബുക്ക് ചെയ്തു. അവൻ ഒന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തില്ല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതായത് ഏത് എവിടേക്ക് പോകണം, ഏത് ഹൈക്ക് എടുക്കണം, അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്തു. അപ്പൊ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് നമ്മൾ ബസ്സും ട്രെയിനൊക്കെ എടുത്ത് പോകും. എന്നിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഹൈക്ക് ചെയ്ത് വീണ്ടും ജർമ്മനിയിലെത്തും. ഈ ജർമ്മനിയുടെയും ഓസ്ട്രേലിയയുടെയും ബോർഡറിലാണ് ഫ്രീഡ്രിഷ് പാസ് ഹുട്ടെ എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു വിന്റർ റൗമാണ്. സോ വിന്റർ സീസൺ കഴിഞ്ഞിട്ട് സമ്മർ സീസൺ തുടങ്ങിയിട്ടില്ല. ശരിക്കും ഹട്ടുകളുടെ സീസൺ തുടങ്ങുന്നത് ഒരു മെയ് ഹാഫിലൊക്കെയാണ് ശരിക്കും സീസൺ തുടങ്ങുന്നത്. അപ്പോഴാണ് ഫുൾ സ്നോ പോകുള്ളൂ. സോ ഇത് 2000 മീറ്ററിലായതുകൊണ്ട് ഇച്ചിരി സ്നോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഹൈക്ക് എന്താവും നമുക്ക് അറിയത്തില്ല. അപ്പൊ കുറച്ച് ഒരു അനിശ്ചിതത്വത്തിലാണ് പോകുന്നത്. വഴിയിൽ കാണാം ഒരു 3-4 മണിക്കൂർ ഹൈക്കാനുണ്ട്. ഒരു 900 മീറ്റേഴ്സ് മുകളിലോട്ട് കയറാനുണ്ട്. അവിടെ ഹട്ട് നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ അടിക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് ഹൈക്ക് ചെയ്തിട്ട് ഒരു സൺറൈസ് ഒക്കെ കണ്ട് പിന്നെ തിരിച്ചിറങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. യെസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2070 മീറ്റർ. അവിടേക്ക് നമ്മൾ എത്തണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മള് കണ്ടത് വെച്ചിട്ട് നമ്മൾ ആംഗിളിൽ അവിടെ എവിടെയോ ഒരു ഹട്ട് പോലത്തെ ഒരു സാധനം കണ്ടു. അപ്പൊ നോക്കുമ്പോ ഒരു സൈഡ് ഒരു മലയുടെ മഞ്ഞൊന്നും കാണുന്നില്ല, പക്ഷെ മറ്റേ സൈഡില് മഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പോയി നോക്കാം. അത് കഴിഞ്ഞ് അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത് അതനുസരിച്ച് ചെയ്യാം. ലേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്താണെങ്കിലും അതിനുശേഷം 2-3 ദിവസം കൂടുതലായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയത്. കാരണം ഞാൻ പാട്ടും പാടി പോന്നുള്ളൂ. ഭയങ്കര വിഷമാവും ഇത്രയും പടി എടുത്ത് ഇറങ്ങി ഓടി വന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ബി പി, നമുക്ക് എന്തായാലും ഒന്ന് കയറാൻ പറ്റും. പ്രതീക്ഷ അതാണല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ആദ്യം തന്നെ ഇവിടെ എന്തോ പണിക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോണത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തൊഴുത്തിൻ്റെ ബാക്കിൽ കൂടെ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് നമ്മൾ സേഫ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ആ മഞ്ഞുമലകളൊക്കെ ആ റൈറ്റ് സൈഡിൽ അവിടെയാണ് കാണുന്നത്. നമ്മുടെ റൂട്ട് ഇങ്ങനെ കറങ്ങി ഈ ഒരു ആംഗിളിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് ഇവിടെ കാണുമ്പോൾ മഞ്ഞൊന്നും അധികം കാണുന്നില്ല. സോ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു, അല്ല ഗൈസ്? അതെ അതെ, കേറാൻ പറ്റിയ പുള്ളിയായിരിക്കും. സമ്മറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലകളുടെ വേറൊരു വ്യൂ ആയിട്ടാ. പക്ഷെ വിന്ററിൽ പോയി കഴിഞ്ഞാൽ വെള്ള കളറും കുറച്ച് കറുപ്പും അങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ഇപ്പൊ പോയാലേ കിട്ടുള്ളൂ. വിന്ററിൽ പോയി ഫുൾ പച്ച അല്ലെങ്കിൽ ഗ്രേ കളറിൽ അടിച്ച് കിടക്കുന്നുണ്ടാവും. നമ്മളെല്ലാ വ്യൂസും പിടിക്കാനായിട്ട് എല്ലാ സീസണിലും നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. സോ 2025 നമ്മുടെ ഫസ്റ്റ് ഹൈക്കാണിത്. ഹൈക്കിംഗ് സീസൺ ആക്ച്വലി സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഹുട്ടയുടെ കാര്യമൊക്കെ ഫുൾ അൺസർട്ടനിറ്റിയിലാണ്. ബട്ട് നമ്മൾ നോക്കാം എന്നുള്ളൊരു വൈബിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹട്ട്. നമ്മൾ നാളെ പുലർച്ചെ ഹൈക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മൾ പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യണം. അതല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പണി കിട്ടും, സാധനം കിട്ടില്ല. ഉള്ളി വ്യൂ ഒന്നും പറയാനില്ല. ഈ മലയുടെ മുകളിലേക്കാണ് പോകേണ്ടിയിരുന്നതെങ്കിൽ മുഞ്ചേനെ. എന്തായാലും ഭാഗ്യമുണ്ട്. ഇല്ല, എന്തായാലും ഈ മലയല്ല, നമ്മുടെ ഡയറക്ഷൻ എന്തായാലും ഈ വഴിക്ക് പോകണില്ല. നമ്മൾ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടോട്ടലിയുള്ള വ്യൂ. തീരെ അൺപ്ലാൻഡ് ആയ കാരണം വിജയ്ക്ക് നല്ലൊരു ബാഗോ ഒന്നും ഇല്ല. എല്ലാം ഇത്തവണ മേടിക്കണം എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ തീരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസും
നല്ലതാണല്ലോ. നമ്മൾ പോണ റൂട്ടാണിത്. ഇപ്പം ജസ്റ്റ് ഒരു 1100 മീറ്ററിന് താഴെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പോകുന്ന റൂട്ടിൽ നോർമൽ വഴിയാണ്, മല ഭയങ്കര ഹെവി ആയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും മഞ്ഞൊക്കെ ഫുള്ളായിട്ട് വന്നു തുടങ്ങി. ഇപ്പി നമ്മൾ നടക്കുന്നതിൻ്റെ ഒപ്പമല്ലേ ഈ മഞ്ഞുകളെ കാണുന്നത്. അതെ, വലിയ തണുപ്പൊന്നുമില്ല. പിന്നെ വെയിലടിക്കാത്ത ഭാഗമായതുകൊണ്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തായാലും അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് മുട്ടുണ്ടാവില്ല. ഐസ് ഉരുക്കിയിട്ടെങ്കിലും അരുവിയൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. പക്ഷെ നമ്മള് ഇത്രയും പെട്ടെന്ന് മഞ്ഞിനെ മീറ്റ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പിന്നെയും ക്വസ്റ്റ്യൻ മാർക്ക്. അതെ, ഇത്ര നേരം നമ്മള് ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇപ്പോ ഇത്ര അടുത്ത് മഞ്ഞ്, ഐ മീൻ ഇപ്പൊ നമ്മൾ ആകെ ഒരു 30% താഴെയാണ് കയറിയിട്ടുള്ളൂ. സോ ഇവിടുന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ആംഗിളിൽ തിരിയുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിലൊന്നും അധികം മഞ്ഞ് കാണുന്നില്ല മുകളിൽ. നോക്കാം. കുറെ പേര് ഞാൻ ഇതേപോലെ ജിമ്മിൽ ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു ഓബസ്റ്റോപ്പിൽ ഇവിടെ ഭയങ്കര ഇത്രയും മഞ്ഞാണ്, നിങ്ങൾ എന്താ പോകുന്നത് അങ്ങനെ പറഞ്ഞു. അതായത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല പേടിയിലാണ് വന്നത്. ബസ്സിൽ നിന്നും ഇത് തന്നെ പറഞ്ഞിട്ടായിരുന്നു, പേടിയുണ്ട്. നമുക്ക് എന്തായാലും കാണാം. അതെ, ചിലപ്പോ നമ്മളൊരു ആവേശത്തിന് കീറി പോവും. പോയിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാന്നുള്ളത്, ഇറങ്ങുമ്പോൾ നമുക്ക് പേടി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതേപോലെ എന്റെ ബോസിലെ കൊളീഗ് പോയിട്ട് അവര് മണ്ടേ കയറി, എന്നിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ ഹെലികോപ്റ്റർ വിളിച്ച് ഹെലികോപ്റ്ററിലാണ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് വേറെ ആൽപൈൻ ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുടുംബം പടയാൻ വെക്കുന്നുണ്ട്. സോ അതൊരു വലിയ പ്രശ്നമാണ്. എന്തൊക്കെയാണെങ്കിലും നല്ല വ്യൂ ആണ് ഈ ഒരു നടക്കുന്നൊരിത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സമ്മറായി കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഈ മുകളിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉരുക്കി ഇറങ്ങി വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ അത്രയ്ക്കധികം വെള്ളമൊന്നും കാണില്ല. 1340 മീറ്റർ നമ്മൾ കയറി കഴിഞ്ഞു. അപ്പോഴേക്കും ഐസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്, മഞ്ഞൊക്കെ. ഇനി നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂസിങ് ആണ്. പിന്നെ അതുപോലെ ഇനിയാണ് ആക്ച്വലി ഈ ഹൈക്കിലെ ഏറ്റവും ടഫസ്റ്റ് പാട്ടെന്ന് കൊമ്മൂത്ത് പറയുന്നത്. നടക്കുമ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ചെറിയ ഒരു ഉറവ പോലെയൊക്കെ വെള്ളച്ചാട്ടം വരുന്നുണ്ട്, 2 അത്. അപ്പം നമ്മുടെ ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കയറുകയാണ്. ഇവിടെ ഒരു കുഞ്ഞൊരു എന്തോ ഒരു സംഭവം, ഇത് റെസ്റ്റോറൻറ്റ് പോലെ തോന്നുന്നുണ്ട്. സമ്മർ സീസണിൽ തുടങ്ങുമ്പോൾ ആക്ച്വലി ഇതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഇവർക്ക് വിൻ്ററിൽ ഇങ്ങനെ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേടായി പോകുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഫ്രെയിം മാത്രം സെറ്റ് ചെയ്തിട്ടിരിക്കുക. അത് കഴിഞ്ഞ് സാധനം വിൻ്ററൊക്കെ തുടങ്ങി മാറി സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഓരോ പലകകൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഒരു ടേബിളായി, ചെയറായി, ഫുൾ സെറ്റായി. ഈ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഓരോ ബിയർ അടിച്ച് സിറ്റിയിലാണ് ഇവരുടെ പരിപാടികൾ. നമ്മൾ വിചാരിച്ചതൊന്നും വെറുതെ അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി എത്തി കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്ന 2 ജർമ്മൻകാരെ കണ്ടു. അവർ നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചത് സ്നോ ബൂട്ട്സ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 15 മിനിറ്റിൽ നമുക്ക് സ്നോ ആയിട്ട് ഉള്ള കോണ്ടാക്റ്റ് വരും. അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടിയൊക്കെ സ്നോ ആയിക്കോടെ തന്നെയാണ്, ഒരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ കൂടെയൊക്കെ നടക്കണം. അതൊന്നും സീനില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അവസാനം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയ കുറച്ച് സീനാണ്. സ്നോ ഏകദേശം ആൾ പറഞ്ഞതനുസരിച്ച് മുട്ടിന് മുകളിൽ സ്നോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് റിസ്കി ആണെന്ന് പറഞ്ഞു. സോ നമുക്കറിയില്ല. ബട്ട് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞു അതൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്റ്റേയും അവിടെ നിന്നുള്ള വ്യൂവും വെർത്തിറ്റാണെന്ന്. സോ ഞാനിപ്പോഴും കയറാൻ പറ്റുന്ന വിചാരിക്കണം. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, സ്നോ ആയി ബി സ്നോ ആയി. ഒരൊറ്റ ടേൺ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഹാൻഫിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. അവൻ അതും കുത്തി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇവിടെ മുതൽ ആക്ച്വലി മഞ്ഞ് തുടങ്ങി. നമ്മളിവിടെ വരെ വന്ന വഴിയിൽ മഞ്ഞുണ്ടായിരുന്നില്ല.
ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്താൻ ഫുള്ള് വഴിയും മഞ്ഞായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ കയറി പോവാം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ. സ്നോയിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഐലൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി പരിപാടികളൊക്കെ. കൈ ഇങ്ങനെ ചൂടായി നിൽക്കുന്ന എന്തെങ്കിലും സാധനം കിട്ടായിരുന്നെങ്കിൽ കൈ കുത്തിയിട്ട് ഇങ്ങനെ സുഖമായിട്ട് നാലായിട്ട് പോകും. അതിൻ്റെ ഇടയിൽ ഈ ഇത്രയ്ക്ക് ഇങ്ങനെ വിചാരിക്കാത്ത രീതിയിൽ കാല് താഴത്തേക്ക് പോകണ കാരണം മസിലും പിടിച്ചു. സോ അങ്ങനത്തെ വള്ളികളും ഇടയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നൈസാണ്, പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ വിപ്പി? അതാ ഇത് ക്ലിഫ് പോലെ അല്ലല്ലോടാ, ചന്നമിനം വീഴുണ്ട്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് സംഭവം. കാണുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി കഴിഞ്ഞാലും നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, ക്ലിഫൊന്നുമില്ല, ഒരു ചെറിയ വാലി പോലത്തെ ഒരു സെറ്റപ്പിൽ കൂടെയാണ് ഫുള്ള് മഞ്ഞേരെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങാം. പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും കണ്ടില്ല, ആ കോല് കുത്തിയത് അത്രയും താഴ്ചയിലേക്കൊക്കെ ഇത് പോകുന്നുണ്ട്, മഞ്ഞ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചവിട്ട് കഴിഞ്ഞ് അടുത്ത ചവിട്ടി ചവിടണത് വലിയൊരു കുഴിയിലായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കുഴിയിൽ പോണത്. ബട്ട് നൈസാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല സീനായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കാലൊക്കെ അരയ്ക്ക് മുകളിൽ വരെ ഇറങ്ങിപ്പോയി താഴേക്ക്. സോ കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 2 കിലോമീറ്റർ താഴെ ഉള്ളൂ. 1.5 കിലോമീറ്ററാണ് ഇനി ഉള്ളത്. എന്താ നീ കയറി, നിങ്ങൾ വഴിയുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. വീടാകുമ്പോൾ വിചാരിച്ച് പാട്ടൊക്കെ പാടി മോളിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ട് തലയും കുത്തി വീഴുന്നുണ്ടായിരുന്നു. എന്താണ് അൽഫിനെ കയ്യിൻ്റെ അവസ്ഥ? പിപ്പി തണുക്കുന്നുണ്ടോ? ഇവര് വഴി കാണിച്ച് പോണായിരുന്നു എനിക്ക് സുഖം. ഓരോ കുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുക, പോവാ. ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ ഇത്രയധികം കുഴിയിലേക്കാണ് പോകുന്നത്. അവരവിടെ വെച്ച് മുട്ട താഴ്ന്നു പറഞ്ഞത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലോങ് ഇങ്ങനെ സ്നോയിക്കോട് ഇത്രയും ഡെപ്തിൽ പോയിട്ടില്ല. നമ്മളൊരു 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ വരെയൊക്കെ പോയിട്ടുണ്ട്. ഇത് ആക്ച്വലി 2 കിലോമീറ്റേഴ്സ് ഇങ്ങനെയാണ്. 1.5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹട്ടിലെത്തും. ഇപ്പോഴും നമുക്കറിയില്ല നമ്മളവിടെ എത്തുമെന്നുള്ളത്, പക്ഷെ എത്തുമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ ബി പി? ഈ തിരിച്ചു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ആക്ച്വലി 1.5 മണിക്കൂറിൽ സൺസെറ്റ് ആവും. ഈ മഞ്ഞൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് ഓസ്ട്രേലിയ ചെന്ന് അവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടുമോ എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ തോന്നുന്നത് ഹട്ട് പിടിക്കുക തന്നെയാണ്. അതെ അതെ, അങ്ങനെ ചെയ്യുന്ന കുറേ മണ്ടന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും പെട്ടെന്ന് മാത്രം. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചധികം സീനായിരുന്നു. കാരണം മഞ്ഞ് അരയ്ക്ക് മുകളിൽ താഴത്തേക്ക് ഇറങ്ങിപ്പോയി നമ്മൾ. സോ ഇനിയിപ്പോൾ ഇവിടെ 2 ഹട്ട് കാണുന്നുണ്ട്. അതിലേതോ ഒരെണ്ണം കുഴപ്പമില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ മഞ്ഞ് തീരും. പക്ഷെ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ മഞ്ഞിൽ പോകാനുണ്ട്. വിചാരിച്ച പോലെ അതല്ല നമ്മുടെ ഹട്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഏരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കണത്, അവിടെ എവിടെയോ ആണ്. അപ്പോൾ ഇനിയും സ്നോയിക്കൂടെ അത്യാവശ്യം വഴി നമുക്ക് പോകണം. പിപ്പിയുടെ ഉപ്പൂറ്റി ലോക്കായിട്ടുണ്ട്. പിപ്പി അത് എടുക്കാനുള്ള പരിശ്രമം കാണിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടിയോ പിപ്പി? കിട്ടി, പിപ്പിയുടെ ഉപ്പൂറ്റി കിട്ടി. ആ വീണ്ടും പോയി അടുത്ത ഉപ്പൂറ്റി. തോം എൻ്റെ വീഡിയോ ആരും എടുക്കില്ലാത്ത കാരണം എനിക്ക് കുഴപ്പമില്ല. ഇപ്പോഴത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞതാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമ്മുടെ കാലും ഷൂവും പാൻറ്റും എല്ലാം നനഞ്ഞു, ഫുള്ള് നല്ല പിണ്ടി ഇട്ടിരിക്കുകയാണ്. അവർ കയറി വരുന്നുണ്ട്. നമുക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. ടെൻസ്ഡായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ കയറണോ തിരിച്ചിറങ്ങണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കണോടത്ത് നിന്ന് ഇനിയും ഒരു 1:20 അത്രയും കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ആ വയറ പോകുന്നത് ആ ഒരു പോയിന്റിലേക്ക്, ഈ പോയിന്റിൽ നമ്മൾ എത്തണം. അപ്പോൾ നമുക്ക് വഴി ഈ കാണുന്ന ഈ മഞ്ഞിക്കൂടെ കയറി അതുമ്മക്കൂടെ കയറി അങ്ങോട്ട് എത്തേണ്ടി വരും. അങ്ങനെയാണ് കാണിക്കുന്നത്. സോ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ കുറച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. പറ്റിയില്ലെങ്കിൽ പിന്നെ അപ്പോൾ തിരിച്ചിറങ്ങേണ്ടി വരും.
എന്തായാലും കുറച്ചും കൂടി പോയി നോക്കാം. തിരിച്ചിറങ്ങണതിനേക്കാളും ബെറ്റർ ചോയ്സ് എന്തുകൊണ്ടും മുകളിലേക്ക് കയറുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു 1 കിലോമീറ്ററും കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലെത്തും. പക്ഷേ തിരിച്ചിറങ്ങണമെങ്കിൽ ഇനിയും 6 കിലോമീറ്റർ കൂടുതൽ തിരിച്ചിറങ്ങണം. അതിൽ നമ്മൾ ഈ സ്നോയുടെ മുക്കാഭാഗം വഴിയും ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇനി തിരിച്ചിറങ്ങുമ്പോൾ ഈ സ്നോയിൽ കൂടെ തിരിച്ചിറങ്ങി നമ്മൾ താഴത്തെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് പോകും. പിന്നെ ഓൾമോസ്റ്റ് 1 hour 1.5 hour ലേറ്റ് പോകും. പിന്നെ വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിലും മുകളിൽ കയറുക എന്നുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ നന്നായിട്ട് ടയേർഡാവുന്നുണ്ട്. കാരണം ഈ സ്നോയുടെ ഉള്ളിൽ ഓരോ വട്ടം കാലിറങ്ങിപ്പോയി പിന്നെ അവിടെ നിന്ന് വീണ്ടും കാല് പൊക്കിയെടുത്ത് കയറ്റി വയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റാമിനൊക്കെ താഴത്തേക്ക് പോയി. പിന്നെ ആപ്പിൾ ഓറഞ്ചൊക്കെ മേടിച്ച് വെച്ച് ലാസ്റ്റ് എടുക്കാനായിട്ട് മറന്നു. പിന്നെ എന്തോ പ്രോട്ടീൻ ബാർ പോലെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ആണിപ്പോൾ കയറ്റം. മുകളിൽ കയറി ചായ കുടിച്ച് ഫ്രൈഡ് റൈസ് കഴിക്കുക. അതാണ് മോട്ടിവേഷൻ. സംഭവം ഹൈക്ക് നല്ല ടഫാണെന്നുണ്ടെങ്കിലും ഈ വ്യൂ ഒക്കെ കണ്ട തിളങ്ങണ വൈഫൊക്കെ. ഇതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് നമ്മൾ എങ്ങനെയെങ്കിലും കയറി എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. യാ നൈസൊരു സൺസെറ്റ് വരുന്നുണ്ട്. മുകളിൽ പോയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നൈസായാണ്. പക്ഷെ നമ്മളവിടെ എത്താൻ ചാൻസ് ഇല്ല. ഈ സണ്ണ് പോകുന്നതോടുകൂടി നമ്മുടെ വെളിച്ചവും പോകും എന്നുള്ളതാണ് കാര്യം. നമുക്കിനിയും ഓൾമോസ്റ്റ് ഒരു ടവർ പോലെ പോസ്റ്റ് പോലെ കണ്ടില്ലേ, അതിൻ്റെ അവിടെ വരെ നമ്മൾ എത്തണം. അവസാനത്തെ പാർട്ടാണ് ഭയങ്കര ടഫ് എന്നാണ് ഇറങ്ങിപ്പോയവർ പറഞ്ഞത്. നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടില്ല. സൂപ്പർ വ്യൂ അല്ലേ. നൈസ്. ഇത്ര നേരം വന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ പോയി കണ്ട കാലുപോയത്. മുട്ടിൻ്റെ അത്രയും കാലുപോയി. 4 വെട്ട കോഴി. ഇത് അതിൻ്റെ മണ്ടയിൽ സൂര്യൻ. അവിടെ നിന്ന് അവന്മാർ വരുന്നു. അവിടെ നമ്മുടെ ടാർഗറ്റ്. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഞ്ഞിൻ്റെ ഇടയിൽ ഒരു ദ്വീപ് പോലെ കുറച്ച് കല്ല് കൂടി കിടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷൂ ഒക്കെ കണ്ടില്ലേ. അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. രാമൻകുട്ടി കയറി വാ. നമ്മുടെ ഹട്ടിൻ്റെ വഴി ഇപ്പോൾ കാണിക്കുന്നത് അങ്ങോട്ട് പോകാനാണ്. പക്ഷെ നമ്മൾ ജോഗ്രഫിക്കൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹട്ട് ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് ഇല്ലാത്തൊരു വഴി പിടിച്ച് ഞാൻ തിങ്ങനത് ഇതാ പാറക്കെട്ടിലേക്ക് കയറാനായിട്ടുള്ള പ്ലാനാണ്. പിന്നെ അവിടെ നിന്ന് മഞ്ഞില്ലല്ലോ, അങ്ങനെ കയറാൻ വിചാരിക്കുന്നു. എത്തിയിട്ടില്ല. വ്യൂ ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഹട്ട് കണ്ടത്. കുറേ അധികം കയറി കഴിഞ്ഞ് അവസാനം മുകളിലെത്തി. വീഡിയോ ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുമ്പോഴാണ് വോയിസ് ഒന്നും ഇല്ല, ഫുള്ള് കാറ്റാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നു. വീണ്ടും ഫുൾ ഐസ് തന്നെയായിരുന്നു. കുറച്ച് ഭാഗം മാത്രം ഐസ് ഇല്ലാത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മെയിൻ ഹട്ടിൻ്റെ അവിടേക്ക് നടന്ന് എവിടെയാണ് വിൻ്റർ റൂം എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ അവിടെ ഒരു ആൾക്കാരുണ്ടായിരുന്നു, അവർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ വിൻ്റർ റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് എത്തി. ഞാൻ അവിടെ സ്ഥലം കണ്ടുപിടിച്ചപ്പോഴേക്കും അവർ 2 പേരും കയറി മുകളിലെത്തി. അങ്ങനെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി അവിടെ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ
നമ്മൾ പിന്നെ അവിടെ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ അധികം ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നൈസായിട്ട് പെട്ടെന്ന് തന്നെ കയറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ പിന്നെ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി ഹട്ടിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന കാര്യങ്ങളും എല്ലാം കൂടി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഒരു വല്ലാത്ത ദിവസം അവസാനിപ്പിക്കും. ഇവിടെ എത്തി കിടന്നുറങ്ങി. നാളെ കാലത്ത് ഇനി എല്ലാ കാലത്തലയും ഭയങ്കര ടയർഡാണ്. നന്നായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ടെൻഷനൊക്കെ വന്നു ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കയറിയപ്പോൾ ഉള്ള സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇവിടെ 3 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. സോ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ളൊരു മൂഡിൽ നമ്മൾ വന്നു ഫുഡ് കഴിച്ചു കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ള പ്ലാനിലാണ്. സൺറൈസ് കാണാൻ പുറത്തിറങ്ങാനായിട്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടിലാണ്. കാരണം അമ്മാതിരി കാറ്റാണ്, തണുപ്പ് കാറ്റ്. സോ ലെറ്റ്സ് സീ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഹട്ടിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. പാത്രത്തിൽ പോയിട്ട് മഞ്ഞെടുക്കും, എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഈ പാത്രത്തിൻ്റെ ഉള്ളിലിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കും. അപ്പോൾ അടിയിലേക്ക് വെള്ളം വരും. പോയില്ല, ഇവര് പോയി പറഞ്ഞ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ്. അതിൻ്റെ അവിടെ കാര്യം സാധിക്കുക, അതാണ് സെറ്റപ്പ്. പി പാത്രം കഴുകാൻ പോകുന്നത്. സാധനം നമ്മൾ ഇട്ടനേക്കാളും താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സാധനം താഴെ. ഓ നല്ല കട്ടിയുള്ള ചായ. നല്ല കടുപ്പൻ ചായ കേട്ടോ. ചായ ഒന്നും പറയാനില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല.